ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഞാൻ രാവിലെ തന്നെ പുറത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ തലേ ദിവസം കട്ട് ചെയ്യാൻ നോക്കിയപ്പോൾ കണ്ടു കിട്ടാത്തൊരു സാധനം ഇപ്പോൾ കണ്ടു കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് മിക്കവാറും എവിടെയെങ്കിലും മിസ്സിങ് ആയിരിക്കും. അങ്ങനെ അതെടുത്ത് കാണുന്ന രീതിയിലൊക്കെ സൂക്ഷിച്ച് വെച്ചു. അപ്പോൾ പുറത്തേക്ക് പോകുമ്പോൾ വാങ്ങാനുള്ള സാധനങ്ങളുടെ ലിസ്റ്റൊക്കെ എഴുതി സൂക്ഷിച്ച് വെച്ചേക്കാണ് കേട്ടോ. ഈ ലിസ്റ്റ് എഴുതി വെച്ചാലും ചില സമയത്ത് ഞാൻ ലിസ്റ്റ് എടുക്കാൻ മറന്നു പോകാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നെന്തായാലും ഓർമ്മയോടുകൂടി ബാഗിലൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് കുറച്ചധികം സാധനങ്ങളൊക്കെ വാങ്ങണം. അപ്പോൾ ഇതൊക്കെ വെറുതെ ഒന്ന് കയറിയതാണ് കേട്ടോ. ഇവിടെ നിന്നൊന്നും വാങ്ങിയിട്ടൊന്നും ഇല്ല. എന്നാലും മെറ്റീരിയലൊക്കെ എടുക്കാൻ വരുമ്പോൾ ഇതൊക്കെ കാണുമ്പോൾ വെറുതെ ഒരു സമാധാനം, അതിന് വേണ്ടി ഒന്ന് നോക്കുന്നതാണ് കേട്ടോ. ഈ ഒരു ബോക്സ് ഞാൻ കുറച്ച് നാൾ മുന്നേ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്ന് അതിന് 15 രൂപയോ അങ്ങാണ്ട് ആയിരുന്നു. അപ്പോൾ ഇവിടെ ഞാൻ നോക്കിയപ്പോൾ ഇപ്പോൾ 25 രൂപയാണ് കേട്ടോ. അതേപോലെ തന്നെ ആ കൂട്ടത്തിലിരുന്ന കുറച്ച് അതേ സെയിം അളവുള്ള ആ ഒരു ബോക്സിന് തന്നെ 20 രൂപയാണ് കേട്ടോ കാണിച്ചേക്കുന്നത്. അപ്പോൾ പല ബോക്സിൽ പല വിലയാണോ കൊടുത്തിരിക്കുന്നത്, ഇനി ഓൾഡ് സ്റ്റോക്ക് ആണോ ഒന്നും അറിയില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനത് അവിടെ അങ്ങ് വെച്ചു. ഇതുപോലത്തെ കുറച്ച് ബോക്സൊക്കെ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ കുറേ നാൾ മുമ്പ് വാങ്ങിയാണ് കേട്ടോ. അപ്പോൾ 15 രൂപ 20 രൂപയ്ക്ക് ഉള്ളിലൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴാണ് കുറച്ച് റേറ്റ് ഒന്ന് കൂടിയെന്ന് തോന്നുന്നു. എന്തായാലും ഞാൻ ആ ബോക്സസ് ഒന്നും വാങ്ങിയില്ല, അതൊക്കെ അവിടെ വെച്ചു. പിന്നെ കുറച്ച് ലൈനിങ് മെറ്റീരിയലും കുറച്ച് നൂലും ഒക്കെ വാങ്ങാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം വാങ്ങിയിട്ടുണ്ട്. അതൊക്കെ വാങ്ങിയിട്ട് പച്ചക്കറിയൊക്കെ വാങ്ങി നേരെ വീട്ടിലേക്ക് വന്നു കേട്ടോ. വന്ന് ഫുഡും കഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഞാൻ സ്റ്റിച്ച് ചെയ്യാനിരുന്നു. അപ്പോൾ ഇത് ഞാൻ തലേ ദിവസം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ കയ്യിൽ കിട്ടാൻ കുറച്ച് പാടാണ് കേട്ടോ. നന്നായിട്ട് ഓടി നടക്കുന്നുണ്ട്. നമുക്ക് കറക്റ്റായിട്ട് തയ്ച്ചെടുക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ ഒരു എളുപ്പ മാർഗ്ഗമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ നെക്കിൽ വലിയ ഫാഷനൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അതായത് അതിൻ്റെ നെക്കിൽ ഓൾറെഡി യോക്ക് ഭാഗത്ത് നല്ലൊരു ഡിസൈൻ വന്നിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. മൾട്ടി കളറായിട്ടുള്ള സീക്വൻസ് ഒക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയുള്ളൊരു ചുരിദാർ മെറ്റീരിയലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ നെക്കിൽ നെക്ക് കൊടുത്താൽ മതി എന്നാണ് കസ്റ്റമർ പറഞ്ഞിരുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് എളുപ്പമായി. അങ്ങനെ ഈ ഒരു ടോപ്പാണ് അന്നത്തെ ഒരു ദിവസം തയ്ച്ചത് കേട്ടോ. പിന്നെ ഇതിനിടയിൽ ഒത്തിരി ആവശ്യങ്ങളൊക്കെ വന്നിട്ട് പിന്നെ അന്നത്തെ സ്റ്റിച്ചിങ് ഒന്നും നടന്നില്ല. പിന്നെ ഇത് പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ. രാവിലെ എണീറ്റ് അത്യാവശ്യം ജോലിയൊക്കെ തീർത്ത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് സമാധാനത്തോടു കൂടി ഇരുന്നൊന്ന് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം മോനൊന്ന് വാരിയൊക്കെ കൊടുത്തിട്ട് പിന്നീട് ഞാനും കഴിച്ചിട്ടാണ് കേട്ടോ പിന്നെ സ്റ്റിച്ചിങ്ങിനായിട്ടിരുന്നത്. അപ്പോൾ രാവിലെ കിച്ചണിലെ ജോലിയൊക്കെ ഒതുക്കി കഴിഞ്ഞാൽ കുറേ നേരം നമുക്ക് സ്വസ്ഥമായിട്ടിരുന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എണീറ്റ് വരുമ്പോൾ ജോലി നടക്കത്തില്ല, സ്റ്റിച്ചിങ് നടക്കത്തില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഞാൻ അടുക്കളയിലെ ജോലിയൊക്കെ ഒരുവിധം ഒതുക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് കേട്ടോ ബാക്കി ഇനി സ്റ്റിച്ച് ചെയ്യാനുള്ളത് എടുത്തത്. അപ്പോൾ ഇത് ഞാൻ അതിനും തലേദിവസം മുന്നേ കട്ട് ചെയ്ത് വെച്ച മെറ്റീരിയലാണ് കേട്ടോ. നേരത്തെ സ്റ്റിച്ച് ചെയ്ത ആ ഒരു ചുരിദാറിൻ്റെ പാൻസാണ് കേട്ടോ. അപ്പോൾ ഇതൊരു സിഗരറ്റ് പാൻറ്റാണ്. ഇതുപോലത്തെ പോട്ട്ലി ബട്ടണൊക്കെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഞാനിത് കട്ട് ചെയ്ത് വെച്ചിട്ട് പോട്ട്ലി ബട്ടണൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ ജോലിയൊക്കെ ഒതുക്കിയിട്ട് ആദ്യം തന്നെ ഈ പാൻസ് ഒന്ന് തയ്ച്ച് റെഡിയാക്കി എടുക്കുക. അപ്പോൾ ഈ ഒരു പാൻസ് തയ്ച്ച് കഴിഞ്ഞാൽ ആ ഒരു ചുരിദാർ കംപ്ലീറ്റ് ആവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ആ പാൻസൊക്കെ തയ്ച്ച് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റിച്ചിങ്ങിനായിട്ടിരുന്നു കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഞാനിത് 2 കോട്ടൻ്റെ ടോപ്പാണ് കേട്ടോ. നല്ല പ്യുവറായിട്ടുള്ള കോട്ടൺ ടോപ്പാണ്. അപ്പോൾ പ്യുവർ കോട്ടൺ സ്റ്റിച്ച് ചെയ്യാനായിട്ട് നല്ല എളുപ്പമാണ് കേട്ടോ. നല്ല കയ്യിൽ നമുക്ക് വഴങ്ങും, ഒതുങ്ങി നിൽക്കും. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഇത്തിരി എനിക്ക് കോട്ടൺ ആയിട്ടുള്ള മെറ്റീരിയൽ സ്റ്റിച്ച് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം വലിയ കഷ്ടപ്പാടില്ല. നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടി തുണി അഡ്ജസ്റ്റ് ചെയ്ത് പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. കറക്റ്റായിട്ട് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതിയാവും. അങ്ങനെ കട്ട് ചെയ്ത് 2 ടോപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ 2 ടോപ്പും സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ നെക്കിലും ചെറിയ പോട്ട്ലി ബട്ടൺ കൊടുക്കാനായിട്ട് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോട്ട്ലി ബട്ടണൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് ഏതാണ്ട് കഴിയാറായി. പിന്നെ ഇപ്പോൾ പ്രത്യേകിച്ച് ചൂടുള്ള സമയമായതുകൊണ്ട് തന്നെ മിക്കവാറും പേര് ഇതുപോലത്തെ കോട്ടൺ ടോപ്പാണ് കേട്ടോ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടിപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ കിട്ടുന്നതൊക്കെ മിക്കവാറും ഇങ്ങനത്തെ കോട്ടൺ മെറ്റീരിയലൊക്കെ തന്നെയാണ്. പിന്നെ ചില കോട്ടൺ നമുക്ക് കയ്യിൽ പിടിച്ചാൽ കിട്ടില്ല കേട്ടോ. ചില കോട്ടൺ നല്ല ഒഴുകി നടക്കുന്ന അങ്ങനത്തെ കോട്ടൺ മെറ്റീരിയലും ഉണ്ട്. അപ്പോൾ നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് അങ്ങനെയുള്ള മെറ്റീരിയൽ കുറച്ച് പാടൊക്കെ ആയിരിക്കും. പക്ഷേ ഇത് കുഴപ്പമില്ല കേട്ടോ, നല്ലൊരു മെറ്റീരിയലായിരുന്നു. അങ്ങനെ ഒരു ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ഇത് അടുത്ത ടോപ്പാണ് കേട്ടോ.
അപ്പോൾ ഇത് ഈ ഒരു ടോപ്പും നല്ല കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ നെക്കിൽ വലിയ ഫാഷനൊന്നും വെച്ചിട്ടില്ല. പേപ്പർ ചിഫ് കൊണ്ടിട്ട് നമ്മൾ അയൺ ചെയ്ത് പിടിപ്പിച്ച് ഒരു സാധാരണ ഒരു നെക്കൊക്കെ കൊടുത്താണ് കേട്ടോ ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഒരു ദിവസം കടന്നു പോയി കേട്ടോ. അപ്പോൾ ഇത് പിറ്റേ ദിവസമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു മെറ്റീരിയൽ 2 ടോപ്പും പാൻസും ഒക്കെ സ്റ്റിച്ച് ചെയ്ത് അന്നത്തെ ഒരു ദിവസം അവസാനിപ്പിച്ചു. അതിനുശേഷം പിറ്റേ ദിവസം രാവിലെ ഒന്ന് കട്ടനൊക്കെ കുടിച്ച് ഒന്ന് കൂളായി കുറച്ചൊന്ന് ഇരുന്നിട്ട് നേരെ കിച്ചണിലേക്ക് വന്ന് അടുത്ത ജോലി തുടങ്ങി കേട്ടോ. ഉച്ചത്തേക്ക് വേണ്ട ഊണ് റെഡിയാക്കണമല്ലോ. അപ്പോൾ കുറച്ച് ചിക്കൻ്റെ പാർട്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ ഇതൊന്നൊന്ന് പെരട്ടാക്കി എടുക്കണം. അതുപോലെ തന്നെ പച്ചക്കറി എന്തെങ്കിലും കറികളൊക്കെ വെക്കണം. അപ്പോൾ കിച്ചണിലെ ജോലിയെല്ലാം തീർത്ത് കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആശ്വാസമാണ് കേട്ടോ. പിന്നെ തുണി അലക്കലും കുളിക്കലും ഒക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് സമയം പോവും. അപ്പോൾ രാവിലെ തന്നെ കിച്ചണിലെ ജോലിയെല്ലാം തീർത്തിട്ട് ഞാൻ നേരെ പോയിട്ട് കുളിച്ച് തുണിയിലൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും അടുത്ത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇരുന്നു കേട്ടോ. അപ്പോൾ ഇതൊരു ലെഹങ്കയ്ക്ക് വേണ്ടിയിട്ടുള്ള സ്കേർട്ട് തയ്ക്കാൻ വേണ്ടിയിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു കളറാണ്. അതുപോലെ തന്നെ ഇതിൽ കുഞ്ഞു കുഞ്ഞ് ഡിസൈൻസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് പെർ മീറ്റർ 200 സംതിങ് രൂപ എങ്ങാണ്ടായിരുന്നു കേട്ടോ. കസ്റ്റമർ എടുത്തുകൊണ്ട് വന്നതാണ്. അതുപോലെ തന്നെ അതിൻ്റെ ലൈനിങ് ആണിത്, സാറ്റിൻ ലൈനിങ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് മാക്സിമം ഫ്ലെയർ ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാം വലിയ ഫ്ലെയർ തന്നെ വേണം. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടി കുറേ കഷ്ടപ്പെട്ടൊക്കെയാണ് കേട്ടോ അതിന് ഫ്ലെയർ ഒന്ന് എടുത്തത്. ഫ്ലെയറായിട്ട് കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ട് പിന്നെ എനിക്ക് വീണ്ടും അടുത്ത് കുറച്ച് തിരക്കായി പോയി കേട്ടോ. വീട്ടിൽ അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ രാത്രിയാണ് കേട്ടോ ഞാൻ വീണ്ടും സ്റ്റിച്ച് ചെയ്യാനിരുന്നത്. എന്തായാലും രാത്രി ആയാലും കുഴപ്പമില്ല, ആ ഒരു സ്കേർട്ടെങ്കിലും സ്റ്റിച്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത്രയും പാട് കുറഞ്ഞിട്ടുമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ കിട്ടിയ സമയം കൊണ്ട് ആ ഒരു സ്കേർട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ ആ ഒരു സ്കേർട്ട് എന്ന് പറയുമ്പോൾ ഇത്രയും നെറ്റൊക്കെ വരുന്നത് കാരണം അത്യാവശ്യം വെയിറ്റും വരുന്നുണ്ട് കേട്ടോ. നല്ല വെയിറ്റുണ്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും. അപ്പോൾ ആ ഒരു സ്കേർട്ട് ഒരുപാട് നേരം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു സന്ധ്യയൊക്കെ ആയപ്പോൾ ഇരുന്നതാണ്, തീർന്നപ്പോൾ ഒരുപാട് സമയമായി. ഒരുപാട് സമയം എടുത്തു കേട്ടോ സ്റ്റിച്ച് ചെയ്യാനായിട്ട്. കാരണം കുറച്ച് ലെയർ കൂടുതലുണ്ടായിരുന്നു സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഓരോ ലെയറും ഒരു 2 സ്റ്റിച്ച് വീതം കൊടുത്ത് ലോക്ക് ചെയ്തൊക്കെയാണ് സ്റ്റിച്ച് ചെയ്തെടുത്തത്. അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോഴാണ് കേട്ടോ ഇത്രയും സമയമൊക്കെ വേണ്ടി വന്നത്. അങ്ങനെ ഞാനിതേ ആ ഒരു സ്കേർട്ടൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയായിരുന്നു. പിന്നെ അന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു പോയി. പിന്നെ പിറ്റേ ദിവസമാണ് കേട്ടോ വീണ്ടും ഒരു അതിൻ്റെ ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനായിട്ടിരുന്നത്. സംഭവം എനിക്ക് കുറച്ച് നാളായിട്ട് എനിക്ക് കറക്റ്റായിട്ട് വീഡിയോസൊന്നും എടുക്കാനോ അത് എഡിറ്റ് ചെയ്യാനോ പോസ്റ്റ് ചെയ്യാനോ ഒന്നും പറ്റാറില്ല കേട്ടോ. അപ്പം ഞാൻ പറ്റിയതുപോലെയൊക്കെ വീഡിയോസ് എടുത്ത് വെച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ കുറേ ദിവസത്തെ വീഡിയോസായിട്ട് പെൻഡിങ് കിടക്കായിരുന്നു കേട്ടോ. കുറേ ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അടുപ്പിച്ചുള്ള ദിവസങ്ങൾ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊരു കല്യാണ വർക്കിൻ്റെ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഡ്രസ്സസ് സ്റ്റിച്ച് ചെയ്യാൻ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ കൂട്ടത്തിലുള്ളതാണ്. അപ്പോൾ ഓരോ ദിവസം ഒരു 2 എണ്ണം 3 എണ്ണം വെച്ചൊക്കെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് മാറ്റുമായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് വീട്ടിലെ കുറേ തിരക്കും കുറേയേറെ പ്രശ്നങ്ങളും അങ്ങനെ ഒത്തിരി തിരക്കുകളൊക്കെ ആയിപ്പോയി. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് കറക്റ്റായിട്ട് ഒരു ദിവസത്തെ ഫുൾ വീഡിയോസൊന്നും എടുക്കാനും പോസ്റ്റ് ചെയ്യാനും ഒന്നും പറ്റാതെ വന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു വർക്ക് ഞാൻ ഇങ്ങനെയൊക്കെയാണ് തീർത്തത്. ഒരു ദിവസം കുറച്ചായിട്ട് വർക്ക് ചെയ്തെടുക്കുമായിരുന്നു. പിന്നെ ഒരു വലിയൊരു ഭാഗ്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാൻഡ് വർക്കൊന്നും ഈ ഒരു വർക്കിൽ ചെയ്തു കൊടുക്കേണ്ടതായിട്ട് വന്നില്ല കേട്ടോ. അങ്ങനെ വന്നിരുന്നെങ്കിൽ ഞാൻ ആകെ പെട്ടുപോയേനെ. അപ്പോൾ ഹാൻഡ് വർക്കിനാണല്ലോ സമയം കൂടുതൽ വേണ്ടത്. അപ്പോൾ ഈ ഒരു സ്റ്റിച്ചിങ് മാത്രമാണ് അപ്പോഴുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഏതാണ്ട് ഒരുവിധം എല്ലാം സ്റ്റിച്ച് ചെയ്ത് പതുക്കെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ സ്റ്റിച്ചിങ്ങൊക്കെ ആ ഒരു ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചത്തെ ഫുഡ് കഴിക്കാനിരുന്നു കേട്ടോ. ഫുഡ് കഴിക്കാനിരുന്നാൽ കുറേ നേരം കഥയൊക്കെ പറഞ്ഞ് കുറേ നേരം സ്പെൻഡ് ചെയ്താണ് കേട്ടോ ഇപ്പോൾ ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ചൊരു റിലാക്സ് ആണല്ലോ. അതുമാത്രമല്ല ഇപ്പോൾ സ്കൂളില്ലാത്തത് കൊണ്ട് മോന് വാരിക്കൊടുത്താലേ ഇവൻ കഴിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ മോന് ചോറൊക്കെ വാരിക്കൊടുത്തിട്ട് പിന്നെ ഞാനും കഴിച്ചൊക്കെയാണ് ഒരു നേരം ആകുമ്പോഴാണ് വീണ്ടും സ്റ്റിച്ച് ചെയ്യാനൊക്കെ ഇരിക്കാറ് കേട്ടോ. അപ്പോൾ രാവിലത്തെ
ജോലിയൊക്കെ കഴിഞ്ഞ് കിച്ചണിലെ ജോലിയും അതുപോലെ ക്ലീനിങ്ങും അതുപോലെ തുണി അലക്കലും കുളിക്കലും ഒക്കെ കഴിയുമ്പോൾ ആകെപ്പാടൊരു ക്ഷീണമാണ് കേട്ടോ. ഒന്നാമത് ഇപ്പോഴത്തെ വെയിലും ചൂടും ഒക്കെ കാരണം ഭയങ്കര ഒരു ടയേർഡാണല്ലോ എപ്പോഴും. അപ്പോൾ ആ ഒരു ക്ഷീണത്തിനിടയിൽ നമ്മുടെ ജോലിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ പിന്നെ ഉറങ്ങാൻ തോന്നും കേട്ടോ. ഉറക്കം വരും, നന്നായിട്ട് ഉറക്കം വരും. ഒന്നാമത് രാത്രിയൊക്കെ ഞാൻ നല്ല ലേറ്റായിട്ടാണ് ഉറങ്ങുന്നത് കേട്ടോ. അപ്പം അതുകൊണ്ടൊക്കെ ആയിരിക്കാം കുറച്ച് ക്ഷീണമൊക്കെ ഉള്ളതുകൊണ്ടാണ് കുറച്ച് പെൻഡിങ് ഇട്ട് ഇങ്ങനെ കൃത്യം അല്ലാണ്ടൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇനി അതൊക്കെ ഒന്ന് മാറ്റി കറക്റ്റായിട്ടൊക്കെ കൊണ്ടുവരണം എന്നൊക്കെ ഉള്ള ഒരു തീരുമാനത്തിലാണ്. അങ്ങനത്തെ ഉച്ചയൂണൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും സ്റ്റിച്ചിങ്ങിലേക്ക് ഇരുന്ന് കേട്ടോ. ഇതാണ് ആ ഒരു കല്യാണ വർക്കിൻ്റെ ലാസ്റ്റ് ആയിട്ടുണ്ടായിരുന്ന ഒരു ചുരിദാർ കേട്ടോ. അപ്പോൾ ഈ ഒരു ചുരിദാർ മെറ്റീരിയലും കയ്യിൽ നിൽക്കാത്ത തരത്തിലായിരുന്നു കേട്ടോ. കുറച്ച് ബുദ്ധിമുട്ടിയാണെങ്കിൽ അതൊക്കെ തയ്ച്ച് ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റി. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കുറച്ച് ദിവസത്തെ സ്റ്റിച്ചിങ്ങും അതുപോലെയുള്ള കുറച്ച് ദിവസമായിട്ടുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ. പുതിയ വീഡിയോയും അതുപോലെ തന്നെ പുതിയ വർക്കുകളൊക്കെ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.